തിരുവനന്തപുരം മൃഗശാലയിൽ ജീവനക്കാരനെ കടുവ ആക്രമിച്ചു. സൂപ്പർവൈസർ രാമചന്ദ്രനാണ് തലയ്ക്ക് പരിക്കേറ്റത്. വെള്ളമൊഴിച്ചു കൊടുക്കുന്നതിനിടെ ഇരുമ്പുകൂടിന്റെ കമ്പികൾക്കിടയിലൂടെ ആക്രമിക്കുകയായിരുന്നു. മേഘ്നാവലി തിരുവനന്തപുരം ചേരുന്നു. മേഘ്ന, എന്താണ് വിശദാംശങ്ങൾ? ദാരുണമായ ഒരു അപകടമാണ്. ഇപ്പോൾ ഈ സൂപ്പർവൈസറുടെ ആരോഗ്യത്തിനെ സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? വിശദാംശങ്ങൾ. മൃഗശാല സൂപ്രണ്ടുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ കടുവയ്ക്ക് വെള്ളം കൊടുക്കാൻ പോകുമ്പോൾ സൂപ്പർവൈസറായിട്ടുള്ള രാമചന്ദ്രന് തലയ്ക്ക് പരിക്കേൽക്കുകയായിരുന്നു. കടുവ കൈകൊണ്ട് തലയ്ക്ക് അടിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് രാമചന്ദ്രൻ. 6 തുന്നലുകളുണ്ട് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതിൽ ഈ ഇരുമ്പ് കമ്പിയുടെ ഈ കൂടിന്റെ, അതായത് കടുവയുള്ള കൂടിന്റെ ഇരുമ്പ് കമ്പികൾക്കിടയിലൂടെ കൈയിട്ട് ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അങ്ങനെ മറ്റ് ജീവനക്കാരും, അവിടെ കൂട് വൃത്തിയാക്കലിനടക്കം ഏർപ്പെട്ടിരിക്കുന്ന മറ്റ് ജീവനക്കാരും ഇത് കാണുന്നു. അങ്ങനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. പിന്നീട് വീണ്ടും വേഗം ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നു. പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. തലയ്ക്ക് 6 തുന്നലുകളാണ് നിലവിലുള്ളത്. പക്ഷേ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് അടക്കം അറിയുന്ന വിവരം എന്ന് പറയുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇന്ന് തന്നെ രാമചന്ദ്രന് ആശുപത്രി വിടാമെന്നുള്ളതാണ്. അതായത് സ്വാഭാവികമായും എല്ലാ ദിവസവും ഇത്തരത്തിൽ കൂട് വൃത്തിയാക്കുകയും അതുപോലെ തന്നെ വെള്ളവും ഭക്ഷണവും കൊടുക്കുന്ന ഒരു എല്ലാ ദിവസവും ഉണ്ടാകുന്നതാണ്. അതിനിടയിൽ ഇന്ന് അസ്വാഭാവികമായി ഇത്തരത്തിൽ കടുവ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ സംഭവ സ്ഥലത്ത് തന്നെ കുറച്ച് രക്തം പോയി. അത് കഴിഞ്ഞ് ജീവനക്കാർ വേഗം ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. നിലവിൽ മറ്റ് ഗുരുതര സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇനി അതിൽ നിന്ന് മനസ്സിലാകേണ്ടത് ഏതെങ്കിലും തരത്തിലൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, അത് എങ്ങനെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്, എന്തെങ്കിലും നിലവിൽ സ്ഥിരമായി ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ ഭക്ഷണം കൊടുക്കുന്ന ഒരാളാണ്, പരിചയമുള്ള ആളാണ്, ഇത്തരത്തിലുള്ള മുൻകരുതലൊക്കെ എടുക്കുന്നതാണ്. എന്ത് സംഭവിച്ചതിൽ ഒരു വ്യക്തത വരാനുണ്ടല്ലേ? തീർച്ചയായും മൃഗശാലയിലെ സൂപ്പർവൈസറാണ് രാമചന്ദ്രൻ. എങ്ങനെയാണ് രാമചന്ദ്രനാണോ അവിടെ ഭക്ഷണം കൊടുക്കേണ്ടത്? അതായത് ഈ കടുവകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ പ്രത്യേകമായി ജീവനക്കാരുണ്ട്. അതിൽ ഈ സൂപ്പർവൈസർ തന്നെയാണോ ഭക്ഷണം കൊടുക്കേണ്ടത് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യമാണ്. രണ്ടാമതായി, എന്തെങ്കിലും തരത്തിലൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? ഈ കടുവ എന്ന് പറയുന്നത് വയനാട്ടിൽ നിന്ന് കൂട് വെച്ച് പിടിച്ച് ഈ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് എത്തിച്ചതാണ്. ബബിത എന്നാണ് കടുവയുടെ പേര്. പെൺകടുവയാണ്. അത് വയനാട് പല ജനവാസ മേഖലയിലും പ്രശ്നക്കാരനായതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഓഫീസർ അടക്കം ഇടപെട്ട് കൂട് വെച്ച് പിടിച്ചാണ് ഈ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം ഇത് സ്വാഭാവികമായും എല്ലാ ദിവസവും വെള്ളവും ഭക്ഷണവും കൊടുക്കുന്നതാണ്, അതുപോലെ തന്നെ കൂട് വൃത്തിയാക്കുന്നതാണ്. പക്ഷേ ഇന്ന് അങ്ങനൊരു അസ്വാഭാവികമായ സംഭവം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഗുരുതരമായൊരു സാഹചര്യമില്ല. തലയ്ക്ക് 6 തുന്നലുകളുണ്ട്. കടുവയുടെ കൈകൊണ്ട് അടിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഗുരുതരമായ സാഹചര്യമില്ല. നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് രാമചന്ദ്രൻ ചികിത്സയിലുള്ളത്. എന്തായാലും ആരോഗ്യനില തൃപ്തികരമാണ്. സൂപ്പർവൈസർ തന്നെ ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്യുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, അതിനടക്കം ചെറിയ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. നിലവിൽ ആശ്വാസകരമായ വാർത്ത, സൂപ്പർവൈസർക്ക് കാര്യമായ പ്രശ്നങ്ങളില്ല എന്നുള്ളത് തന്നെയാണ്.